ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ 2024-25 അധ്യയന വർഷത്തെ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 1 വായിക്കാം എഴുതാം എന്നാണല്ലേ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. പുഷ്പാർച്ചന. മഴ മാറി മാനം തെളിഞ്ഞുവെന്നു, മഴമേഘമെങ്ങോ മറഞ്ഞു നിന്നു. കുന്നലനാടിൻ്റെ പുഷ്പകാലം, ചിങ്ങത്തിൽ തേരിലിറങ്ങി മന്ദം, ഓർമ്മ വെച്ചന്നു തൊട്ടോമെനിക്കും ഓണമഹോത്സവക്കാലമായി. അത്തം പുലർന്നു കിടാങ്ങളെല്ലാം ചിത്രശലഭമായി പൂക്കൾ തേടി. ഓരോ സുമത്തിലും ഉമ്മ വയ്ക്കും ഓണപ്പറവയെ പിന്തുടർന്ന് മന്ദമരുത്തു മണം പകർന്നു മണ്ണിൻ്റെ മക്കളതാസ്വദിച്ചു. തൂവെള്ളത്താരുകൾ ചൂടി നിന്ന തുമ്പക്കുടത്തിൻ്റെ മുഖത്തു നോക്കി പൊന്നിൻ്റെ കമ്മലണിഞ്ഞു നിന്ന മഞ്ഞ മുക്കുറ്റികൾ കണ്ണിറുക്കി. മേരി ജോൺ കൂത്താട്ടുകുളത്തിൻ്റെ കവിതാഭാഗമാണല്ലോ ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസായി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കുട്ടികൾ പൂക്കൾ തേടിയലഞ്ഞത് എങ്ങനെയെന്നാണ് കവി പറയുന്നത്? എങ്ങനെയെന്നാണ്? അതെ, ചിത്രശലഭത്തെ പോലെ അല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ചിത്രശലഭത്തെ പോലെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൊന്നിൻ കമ്മൽ അണിഞ്ഞു നിൽക്കുന്നത് ആരാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. പൊന്നിൻ കമ്മൽ അണിഞ്ഞു നിൽക്കുന്നത് ആരാണ്? അതെ, മുക്കുറ്റിയാണല്ലേ. ആൻസർ എന്താണ്? മുക്കുറ്റി. ദെൻ താഴെ കൊടുത്തവയിൽ ഓണമഹോത്സവവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, മഴമേഘങ്ങൾ നിറഞ്ഞ ആകാശം. ദെൻ മഞ്ഞ മുക്കുറ്റികൾ ആരെ നോക്കിയാണ് കണ്ണിറുക്കിയത്? ആരെ നോക്കിയിട്ടാണ് കണ്ണിറുക്കിയിട്ടുള്ളത്? അതെ, തുമ്പയാണല്ലേ. ഓക്കെ, ദെൻ പ്രകൃതിയുടെ ഏത് ഭാവത്തെയാണ് കവിതയിൽ സൂചിപ്പിക്കുന്നത്? സന്തോഷമല്ലേ. ഏത് ഭാവമാണ്? സന്തോഷം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം നമുക്ക്. ആസ്വാദനക്കുറിപ്പ്. മൊബൈൽ ടവർ. ഉണ്ടായിരുന്നൊരടക്കാക്കുന്ന്, ലോറിയിലേറിയപ്പോൾ ഉണ്ണാതിരുന്നു കരഞ്ഞിരുന്നു. നേരം ഒരുപാട് പോയിരുന്നു. ഇന്ന് പുലർച്ചയൊരത്ഭുതം, ഞാൻ എഴുന്നേറ്റ് വിളിച്ചു കൂവി കണ്ടു ദൂരെയൊരസ്ഥിക്കൂടം. എന്നിട്ടും ആരും ചെവി തന്നില്ല. എങ്ങനെ വന്നു മുളച്ചു പൊന്തി ഉത്തരം തേടി അലഞ്ഞു ഞാൻ. തോന്നലൊരെണ്ണം തികട്ടി വന്നു അടയ്ക്കാക്കുന്നിൻ്റെ അസ്ഥിക്കൂടം. പാവം ഇതാര് കടിച്ചു തിന്നു, എല്ലുകൾ മാത്രം തിരികെ വെച്ചു. വേറൊന്നും കാണാനില്ല, സങ്കടം തീരുന്നില്ലെൻ്റെ മാത്രം. വിമേഷ് മണിയൂറിൻ്റെ കവിതയാണല്ലേ ഇവിടെ നൽകിയിട്ടുള്ളത്. മൈ ലൈഫ് ഫ്രൂട്ട്. കവിത വായിച്ചില്ലേ? കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്. ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം. വിമേഷ് മണിയൂരിൻ്റെ മൊബൈൽ ടവർ എന്ന കവിത പഴയകാല സംസ്കാരവും പ്രകൃതിയും സാങ്കേതിക ലോകത്തിന് വഴിമാറുന്നതിൻ്റെ കഥ പറയുന്നു. ഒരു പഴയ അടയ്ക്കാക്കുന്ന് നീക്കം ചെയ്ത് ലോറിയിലാക്കിയപ്പോൾ അത് കണ്ട കുട്ടി ഒത്തിരി സങ്കടപ്പെടുന്നത് കാണാം. പിന്നീട് അതിൻ്റെ സ്ഥലം ഒരു മൊബൈൽ ടവറിനായി മാറ്റപ്പെടുന്നു. ഇതോടെ പ്രകൃതിയോടുള്ള ബന്ധം കുറയുകയും പുതുമയുടെ പേരിൽ പഴയത് നശിക്കുകയും ചെയ്യുന്നു. ഈ കവിതയിൽ മൊബൈൽ ടവറിനെ ഒരു അസ്ഥികൂടമായി ഉപമിക്കുന്നു. ഈ കവിത പുതുമ സ്വീകരിക്കുമ്പോൾ പഴയതിനെ മറക്കരുത് എന്ന നല്ലൊരു പാഠമാണ് നൽകുന്നത്. കവിത മനോഹരവും ചിന്തിപ്പിക്കുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഇതുപോലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കൂ. മൈ ലെഫ്റ്റ് ഫുട്ട് എന്ന പുസ്തകം ഏതു സാഹിത്യ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളതല്ലേ. എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? നോവൽ, ജീവിത ചരിത്രം, ആത്മകഥ, കഥ എന്ന് നൽകിയിട്ടുണ്ടല്ലേ. ഏതിലാണ് ഉൾപ്പെടുന്നത്? അതെ, നമുക്കറിയാം ഏതിലാണ്. ആത്മകഥയാണല്ലേ. ആൻസർ എന്താണ്? ആത്മകഥ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 3 കഥാപാത്ര നിരൂപണം അല്ലേ. പ്രവർത്തനം 3 എന്താണ്? കഥാപാത്ര നിരൂപണം. ഓട്ടത്തിൽ 3ാം സ്ഥാനത്തെത്താനാണ് അവൻ ആഗ്രഹിച്ചതെങ്കിലും അവസാന കുതിപ്പിൽ അവൻ എങ്ങനെയോ ഒന്നാമതായി. പെയ്തു തീരാത്ത സ്വപ്നം പോലെ എന്ന പാഠത്തിൽ ഓട്ട മത്സരത്തിൽ ഒന്നാമതായിട്ടും ദുഃഖിതനായിരുന്ന അലിയെ പരിചയപ്പെട്ടല്ലോ. കഥയിലെ അലിയെക്കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കഥാപാത്ര നിരൂപണം നോക്കാം. 9 വയസ്സുകാരനായ അലി സ്വർഗത്തിലെ കുട്ടികൾ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ്. ടെഹ്റാനിൽ പാവങ്ങൾ താമസിക്കുന്ന പ്രദേശത്താണ് അവരുടെ വീട്. ചെരുപ്പുകുത്തിയുടെ അടുക്കൽ തുന്നാൻ കൊടുത്ത സാറയുടെ ഷൂസ് അലി തിരിച്ചു വാങ്ങുന്നിടത്താണ് സിനിമ തുടങ്ങുന്നത്. ഷൂസ് നഷ്ടമാകുന്നതോടെ അവർ രണ്ടുപേരും ഒരു ജോഡി ഷൂസ് കൊണ്ട് സ്കൂളിൽ പോകുന്നു. സാറ വരുന്നതും കാത്ത് അലി നിൽക്കുന്നതും അവളുടെ ഷൂസ് വാങ്ങി ക്ലാസ്സിലേക്ക് ഓടുന്നതും വിഷമമുണ്ടാക്കുന്ന കാഴ്ചയാണ്. ക്ലാസ്സിൽ എന്നും വൈകുമ്പോൾ അവന് വഴക്ക് കിട്ടുന്നുണ്ട്. ഷൂസ് നഷ്ടപ്പെട്ടത് വീട്ടുകാർ അറിയാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിക്കുന്നു. കാരണം അവർ ജീവിക്കുന്നത് ദരിദ്രാവസ്ഥയിലാണ്. മറ്റൊരു ഷൂസ് വാങ്ങാൻ തൻ്റെ മാതാപിതാക്കൾക്ക് സാമ്പത്തിക ശേഷി ഇല്ല എന്ന് തിരിച്ചറിയുന്ന കുട്ടിയാണ് അലി. ഷൂസ് നഷ്ടപ്പെട്ട കാര്യം അവൻ മറച്ചു വെക്കുന്നത് അതുകൊണ്ടാണ്.
സാറയുടെ ഷൂസ് മറ്റൊരു പെൺകുട്ടിയുടെ കാലിൽ കാണുമ്പോൾ ആ കുട്ടിയെ അപമാനിക്കരുതെന്നാണ് അലി പറയുന്നത്. അവന്റെ മനസ്സിന്റെ നന്മയാണിത് സൂചിപ്പിക്കുന്നത്. പെൺകുട്ടിയെ പിന്തുടർന്ന് അവളുടെ അവസ്ഥ കണ്ട അലിയും സഹോദരിയും അവളെ അപമാനിക്കാതെ മടങ്ങിപ്പോരുകയാണ് ചെയ്യുന്നത്. മനുഷ്യ മനസ്സുകളിൽ നന്മയുടെയും സ്നേഹത്തിന്റെയും ഉറവ വറ്റിയിട്ടില്ലെന്ന് ഈ കഥാപാത്രത്തിലൂടെ സംവിധായകൻ പങ്കുവയ്ക്കുന്നു. തങ്ങളുടെ ജീവിതം തീർത്തും പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കൂടി ഉൾക്കൊള്ളുവാൻ അവന് കഴിയുന്നു. ഏത് സാഹചര്യത്തിലും നന്മയും സ്നേഹവും കാത്തു സൂക്ഷിക്കാൻ സാധിക്കുമെന്ന് അലി എന്ന കഥാപാത്രം തെളിയിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഇതുപോലെ അലിയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ദെൻ ആർട്ടിസ്റ്റ് നമ്പൂതിരി ഏതു മേഖലയിലാണ് പ്രശസ്തനായതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ഏതു മേഖലയിലാണ്? കഥാകൃത്ത്, ചിത്രകാരൻ, നോവലിസ്റ്റ്, ലേഖകൻ എന്ന് നൽകിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഏത് മേഖലയിലാണ് കൂട്ടുകാരെ പ്രസിദ്ധമായിട്ടുള്ളത്? അതെ, ചിത്രകാരനാണല്ലേ. എന്താണ്? ചിത്രകാരൻ. ഓക്കെ, ദെൻ പ്രവർത്തനം 4 പോസ്റ്ററാണ്. കുട്ടികളുടെ സർഗവാസനകളെ പരിപോഷിക്കുന്ന ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ശില്പശാല നിങ്ങളുടെ വിദ്യാലയത്തിൽ ജനുവരി 28 രാവിലെ 10:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ പോസ്റ്റർ തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട്? ഉദ്ഘാടനം നൽകിയിട്ടുണ്ട്. ബെന്യാമിൻ പ്രശസ്ത സാഹിത്യകാരൻ. ദെൻ ശില്പശാല നയിക്കുന്നത് കവയത്രിയായ നന്ദിനിയാണ് അല്ലേ. അപ്പോൾ ഇത്രയും ഹിൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. ഫസ്റ്റ് എന്ത് ചെയ്യുക? ഒരു ബോക്സ് വരയ്ക്കുക, അതിൽ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ശില്പശാല എന്ന് എഴുതുക. അതിനുശേഷം എന്താണ്? കുട്ടികളുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കാൻ ഒരു മികച്ച അവസരം. നമുക്ക് എന്ത് ചെയ്യാം? തീയതി, സമയം, സ്ഥലമൊക്കെ എഴുതിയിട്ട് ഉദ്ഘാടനം ആരാണെന്ന് എഴുതാം. ലാസ്റ്റ് എല്ലാവരും പങ്കെടുക്കൂ, നിങ്ങളുടെ സാഹിത്യ സ്വപ്നങ്ങൾക്ക് രൂപം നൽകൂ. ദെൻ സംഘാടകൻ, വിദ്യാരംഗം, കലാസാഹിത്യവേദി എന്നൊക്കെ എഴുതി നിങ്ങൾ എന്ത് ചെയ്യുക? മനോഹരമായൊരു പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ, ദെൻ പ്രവർത്തനം 5 വിശകലന കുറിപ്പാണല്ലേ. മൊബൈൽ ഫോണിൽ നിന്നും കണ്ണെടുക്കാതെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന അമ്മയെ കണ്ടില്ലേ? കിളി അയാളോട് സംസാരിക്കുന്നു എന്ന പാഠഭാഗത്തിലെ ആശയം പരിചയപ്പെട്ടല്ലോ. വർത്തമാനകാലത്തെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം വിവിധ വശങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അതായത് മൊബൈൽ ഫോണിന്റെ വിവിധ വശങ്ങൾ, അതിന്റെ ഗുണദോഷങ്ങളൊക്കെ എഴുതി എന്ത് ചെയ്യുക നിങ്ങൾ? ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കുക. ദെൻ പ്രവർത്തനം 6 ജീവചരിത്രക്കുറിപ്പാണല്ലേ. ആരെക്കുറിച്ചാണ് കൂട്ടുകാരെ? അത് MT വാസുദേവൻ നായരാണല്ലേ. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്? നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, പത്രാധിപൻ, നാടകകൃത്ത്. ദെൻ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. ദെൻ പത്മഭൂഷൺ, ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം, കേരള നിയമസഭാ പുരസ്കാരം. ജനനം 1933 ജൂലൈ, പാലക്കാട് ജില്ല, കൂടല്ലൂർ. ദെൻ മരണം 2024 ഡിസംബർ 25 കോഴിക്കോട്. ദ നോവൽ നാലുകെട്ട്, രണ്ടാം മൂഴം, മഞ്ഞ്, കാലം, അസുരവിത്ത്. അപ്പം നമുക്ക് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? 1933 ജൂലൈ, പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് MT വാസുദേവൻ നായരുടെ ജനനം. പത്മഭൂഷൺ, ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം, കേരള നിയമസഭാ പുരസ്കാരം എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചു. ഇതിനെന്ത് ചെയ്യാം? അദ്ദേഹത്തിൻ്റെ കൃതികൾ എഴുതാം. അതുപോലെ തന്നെ മരണം. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങളും എഴുതുക, അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി കൂട്ടുകാർ എന്ത് ചെയ്യുക? ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മീനോളം എന്ന നാടകം രചിച്ചത് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? അതെ, ജയപ്രകാശ് കൂളൂരാണല്ലേ. ആരാണ്? ജയപ്രകാശ് കൂളൂർ. ആൻസർ ജയപ്രകാശ് കൂളൂർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.